പരിശുദ്ധമായ നോമ്പുമാസം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും പുണ്യമായൊരു മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ കുറച്ച് കാര്യങ്ങൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല കൺട്രോളിൽ പോകുന്ന, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത, മറ്റ് ഗുരുതരമായ അസുഖങ്ങളൊന്നും ഇല്ലാത്ത പ്രമേഹ രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നോമ്പെടുക്കാൻ സാധിക്കും. പക്ഷേ ഷുഗർ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത, വളരെയധികം താന്നു പോകുന്ന, അതായത് ഹൈപ്പോഗ്ലൈസീമിയയിൽ പോകുന്ന, അല്ലെങ്കിൽ ഷുഗർ അമിതമായിട്ട് കൂടുന്ന, ഒട്ടും കൺട്രോൾ അല്ലാത്ത ഡയബറ്റിക് പേഷ്യൻസ്, അതേപോലെ മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾ, ഡയബറ്റിസത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ്, പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടും കിഡ്നി സംബന്ധമായിട്ടൊക്കെ ഗുരുതരമായിട്ടുള്ള കോമോർബിഡിറ്റീസ് ഒക്കെ ഉള്ള രോഗികൾ, ഇവർക്കൊക്കെ നോമ്പെടുത്താൽ പ്രയാസകരമാകും. പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണല്ലോ, അപ്പോൾ നോമ്പെടുത്താൽ അത് ആരോഗ്യത്തെ ബാധിക്കും. ഇസ്ലാമില് രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. നോമ്പെടുക്കുന്ന പ്രമേഹ രോഗികൾ നോമ്പിനു മുമ്പായിട്ട് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ചും കൊണ്ടുവേണം നോമ്പ് നോൽക്കാൻ. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഭക്ഷണത്തിന്റെ അളവ് നോമ്പ് മാസത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മരുന്നുകളിലും നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേപോലെ ഡയറ്റിന്റെ കാര്യത്തിലും ശ്രദ്ധ വേണം. ഇഫ്താറിന്റെ സമയത്ത് കാരക്കയും വെള്ളവും വെച്ച് നോമ്പ് തുറക്കാവുന്നതാണ്. ഇളം മധുരമുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യാം. വെജിറ്റബിൾസ് കഴിക്കണം. പത്തിരി, അപ്പം പോലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ വെജിറ്റബിൾസും പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനോ ഫിഷോ എഗ്ഗോ തുടങ്ങിയ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഒറ്റയടിക്ക് ഒരുപാട് ഫുഡ് ഒരുമിച്ച് കഴിക്കാതെ കുറഞ്ഞ അളവിലായിട്ട് 2-3 നേരങ്ങളിലായിട്ട് കഴിക്കുന്നതാണ് ഉത്തമം. ഇഫ്താർ മുതൽ സുഹൂർ വരെയുള്ള സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കണം. സുഹൂർ, അതായത് അത്താഴത്തിന്റെ സമയത്തും ഹെൽത്തി ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാം. തവിടോട് കൂടിയ ചോറ്, ഓട്സ് തുടങ്ങിയ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതിന്റെ കൂടെ വെജിറ്റബിൾസ്, പ്രോട്ടീന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇളം മധുരമുള്ള ഫ്രൂട്ട്സ് അപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. അമിതമായ വ്യായാമത്തിന്റെ ആവശ്യം നോമ്പിന്റെ സമയത്ത് ഇല്ല. രാത്രി കൂടുതൽ നേരം നിന്ന് നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം മിതമായ വ്യായാമത്തിന് പകരമാവും. അതേപോലെ നമുക്കറിയാം, നോമ്പിന്റെ സമയത്ത് വിശ്വാസികൾ ആരാധനകളിലും പ്രാർത്ഥനകളിലൊക്കെ വളരെയധികം ഉത്സാഹം കാണിക്കുന്നൊരു സമയമാണല്ലോ. ആ സമയത്ത് ഉറക്കമൊഴിച്ചൊക്കെ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും മുഴുകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പകൽ സമയങ്ങളിൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുകയും ഉറങ്ങുകയും വേണം. ഇനി നോമ്പെടുക്കുന്ന സമയങ്ങളിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അന്നേരം ബ്ലഡ് ഷുഗർ നോക്കണം. ഷുഗർ വാല്യൂ 70 താഴെ കുറയുക, അതേപോലെ 300 മുകളിൽ പോവുക ചെയ്യുകയാണെങ്കിൽ നോമ്പ് മുറിക്കേണ്ടതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ചുകൊണ്ട് നോമ്പ് എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ടും ആരാധനാ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും.